അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിൽ ഇടം പിടിക്കുമ്പോൾ പോലീസ് നോക്കുകുത്തിയാകുകയാണ്. ബംഗ്ലാദേശ് സ്വദേശി കേരളത്തിലെത്തിയതിന് പിന്നിൽ വിധ്വംസ പ്രവർത്തനമോ? കേരളത്തിലെ നമ്മുടെ നഗരങ്ങൾ സുരക്ഷിതമല്ലാതെ മാറുകയാണോ? കാക്കിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചത് ബംഗ്ലാദേശ് സ്വദേശിയെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. റിമാൻഡിൽ വിട്ട ഇക്ബാലിനെ ചൊവ്വാഴ്ച ഫോർട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇക്ബാലിന്റെ വിവരങ്ങൾ NIA ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് ഇക്ബാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജനം TV വാർത്ത ആദ്യം പുറത്തുവിട്ടത്. തിരുവനന്തപുരം മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ച ഇക്ബാല് ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് ഫോർട്ട് പോലീസ് സ്ഥിരീകരിച്ചു. റിമാൻഡിൽ വിട്ട ഇയാളെ 2 ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇക്ബാലിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇയാൾ താമസിച്ചിരുന്ന കല്ലാട്ടുമുക്കിലെ വീട്ടിൽ നിന്നും പാലസ്തീൻ അനുകൂല തീവ്രവാദ ബന്ധമുള്ള ലഘുരേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇക്ബാലിന്റെ പക്കലുണ്ടായിരുന്ന ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യാജമെന്നാണ് പോലീസിന്റെ നിഗമനം. വാടക വീട്ടിലെ ഉടമസ്ഥനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഇതുവരെ ഇയാൾ ഹാജരായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് സേവ് പാലസ്തീൻ എന്ന് ഇംഗ്ലീഷിലും ഉറുദുവിലും എഴുതിയ പോസ്റ്റർ മണക്കാട് പ്രത്യക്ഷപ്പെട്ടത്. സമീപത്തെ ഹോട്ടലിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്ബാലിന്റെ മറുപടിയിൽ സംശയമുയർന്നതും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും. മണക്കാട്, കമലേശ്വരം തുടങ്ങിയ മേഖലകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഭാരതാംബയുടെ ചിത്രം മതപഠന വേഷത്തിൽ വന്ന വിദ്യാർത്ഥികൾ വികൃതമാക്കിയത്. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്തു നിന്നും യാതൊരു രേഖയും ഇല്ലാതെ എത്തുന്ന തൊഴിലാളികൾ വന്നു താമസിക്കുന്നുണ്ട്. ഇവർ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളും വർഗീയ കലാപങ്ങൾക്കും ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് NIA നിഗമനം. ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് NIA കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം RCCയിൽ വനിതാ ജീവനക്കാരുടെ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ. RCC സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് KRനെതിരെ വനിതാ ജീവനക്കാർ പരാതി നൽകി. പെൻ ക്യാമറ വഴി ജീവനക്കാരുടെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തി. സംഭവം ഒതുക്കി തീർക്കാൻ ആരോപണ വിധേയരെ സ്ഥലം മാറ്റാതെ നടപടി സ്വീകരിക്കാതെയും RCC ഡയറക്ടർ എന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി ലക്ഷ്മി കാർത്തിക ചേരുന്നു. ലക്ഷ്മി, എന്താണ് വിവരങ്ങൾ? വിനീഷ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് റീജിയണൽ ക്യാൻസർ സെന്റർ RCC. ഇവിടെയും വനിതകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ സംഭവം നടക്കുന്നത് 3 മാസം മുൻപാണ്. ഈ RCC ലബോറട്ടറിയിലെ മെഡിക്കൽ ലാബിലെ ഏതാണ്ട് 9ഓളം വനിതാ ജീവനക്കാരുണ്ട്. അവർ വസ്ത്രം മാറുകയും അവരുടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്രമ മുറിയിലാണ് ഈ പെൻ ക്യാമറ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പെൻ ക്യാമറ വഴിയുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ സ്വകാര്യ സംഭാഷണങ്ങളും ഒക്കെ ഇത് പകർത്തിയ ആൾ, ഇയാളുടെ പേര് രാജേഷ് KR എന്നാണ്. സീനിയർ ലാബ് ടെക്നീഷ്യൻ ആണ്. ഈ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയതിനു ശേഷം പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുകയും പല ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇവർ പരാതി നൽകിയതിനു ശേഷം ഇയാൾ തന്റെ പരാതിക്കാരോട് തുറന്നു പറയുകയാണ്, ഞാനാണ് ഒളിക്യാമറ വെക്കുകയും ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്തത് എന്നുള്ളത് ഇയാൾ തന്നെ പറയുകയാണ്. ഇതേ തുടർന്നാണ് ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും അതോടൊപ്പം തന്നെ RCC ഡയറക്ടർക്കും ഈ 9 വനിതാ ജീവനക്കാർ പരാതി നൽകുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം ദിവസമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെയും ഈ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അശ്ലീലമായ പദങ്ങൾ ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പലതരത്തിൽ സംസാരിക്കുക, ഇത്തരത്തിൽ തുടർച്ചയായ ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ RCC ഡയറക്ടർ ഇയാളെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് വനിതാ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം. ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇയാളെ സീനിയർ ലാബ് ടെക്നീഷ്യൻ ആയിട്ടുള്ള രാജേഷിനെ നിലവിൽ ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അയാളെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തുകയോ ആഭ്യന്തര പരാതി പരിഹാര സെല്ല് കൃത്യമായി നടപടി 3 മാസമായ സംഭവത്തിൽ ഈ RCCയിലെ ജീവനക്കാർ എന്തായിരുന്നാലും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ എന്തുകൊണ്ടാണ് രാജേഷിനെ ഇത്തരത്തിൽ ഡയറക്ടർ സംരക്ഷിക്കുന്നത്?
രാജേഷിന് പൂർണ്ണമായ സംരക്ഷണമാണ് RCC ഡയറക്ടർ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ വനിതാ ജീവനക്കാർ, ഈ 9 വനിതാ ജീവനക്കാരും പറയുന്ന ഒരു കാര്യം. അവർക്ക് പ്രിയപ്പെട്ടവരെ മാത്രം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അനുഭാവികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രിയപ്പെട്ടവരെ മാത്രമാണ് നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സംരക്ഷണമാണ് ഈ രാജേഷിന്, KR രാജേഷിന്, സീനിയർ ലാബ് ടെക്നീഷ്യന് RCCയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വനിതാ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം. ഈ 3 മാസമായിട്ടും ആഭ്യന്തര പരാതി പരിഹാര സെല്ല് അന്വേഷിച്ച് കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ കാത്തിരുന്നത്. പക്ഷെ യാതൊരു തരത്തിലും ഇവർക്ക് നീതി ലഭിക്കില്ല എന്നായപ്പോഴാണ് ഇവർ മാധ്യമങ്ങളോട് ഈ വിവരം പറയുന്നത്, ജനം TVയോട് ഈ വിവരം പറയുന്നത്. പക്ഷെ അവർ അപ്പോഴും ഭയപ്പെടുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ഈ കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇവരെ ജോലിയിൽ നിന്ന് 9 പേരെയും പിരിച്ചുവിടും. അതാണ് RCC ഡയറക്ടർ. അതുകൊണ്ടാണ് ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ ഇത്തരത്തിൽ പരാതി കൈമാറുന്നത്. അവർക്ക് നീതി വേണം എന്നുള്ളതാണ്. ഇപ്പോഴും അയാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും പല ഗ്രൂപ്പുകളിലും ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഇത്തരത്തിൽ തുടർച്ചയായി അയച്ചുകൊണ്ടിരിക്കുന്നു. പല ഉദ്യോഗസ്ഥർക്കും ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ RCC ഡയറക്ടർ ചെയ്തത് ഇയാളെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്ഥലത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്യൂച്ചർ ചെയ്തു, പേഷ്യൻ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, നെക്സ്റ്റ് 24 hours വാച്ച് ചെയ്യുക. പേഷ്യൻ്റ് ഈസ് ഓൺ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. അപ്പോൾ 24 hours വാച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് ആൻഡ് വെൻ ഷീ ഇംപ്രൂവ്സ് സ്ലോലി വിൽ വീൻ ഓഫ്, പതുക്കെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. അങ്ങനെ പറയാറായിട്ടില്ല, പക്ഷേ അതീവ ഗുരുതരം എന്ന് പറയേണ്ട കാര്യമില്ല. ബട്ട് ഷീ സ്റ്റേബിൾ. ഇപ്പോഴത്തെ നിലയ്ക്ക് ഹീമോഡൈൻ BP എവറിത്തിങ് ഈസ് ഹോൾഡിങ്. ഷീ സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടാവും, ലങ്സിലൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമുക്ക് അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. വി വിൽ വെയിറ്റ്. നമുക്ക് 24 മണിക്കൂർ എന്തിനും ഒരു സമയം കൊടുക്കണമല്ലോ. 24 നമ്മളൊരു പറയുന്നതാണ്, പക്ഷേ ആസ് ആൻഡ് വെൻ എവറി 2-3 hours നമ്മൾ പ്രോഗ്രസ് നോക്കിക്കൊണ്ടിരിക്കും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫുൾ ടീം ഇസ് ദെയർ, ഫുൾ ടീം ഈസ് വാച്ചിങ് ഇൻ ദ ICU. അപ്പോൾ നമ്മൾ ആസ് ആൻഡ് വെൻ നീഡഡ് അപ്പോൾ അതിൻ്റെതായ വേണ്ട സൗകര്യങ്ങൾ വേണ്ടത് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് ഒരു ടീമിനെ വിട്ടിട്ടുണ്ട് ഫോർ അണ്ടർ ഡോക്ടർ ജയകുമാർ, സപ്പോസ് ടു ബി, അങ്ങനെ ഞാൻ അറിഞ്ഞത്, കളക്ടറും പറഞ്ഞത്, മിനിസ്റ്ററും. അപ്പോൾ അവർ 10:30-11 ഒക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ എക്സ്പേർട്ട് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ അബ്സോർബ്. അവരെന്ത് പറയുന്നത് നമ്മളത് ഫോളോ ചെയ്യും. റിബ്സ് 1, 2, 3, റിബ്സിലകത്ത് 1, 2, 3 ഫസ്റ്റ് റിബ് ഫ്രാക്ചർ ആവുക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാവിറ്റി കൂടിയ വീഴ്ച എന്നാണ് അത് കാണിക്കുന്നത്. ഫസ്റ്റ് റിബ് അങ്ങനെ ഫ്രാക്ചർ ആവാറില്ല. അപ്പോൾ ഒരു നല്ല ഗ്രാവിറ്റിയോട് കൂടിയുള്ള ഒരു വീഴ്ചയായിരുന്നു. ഫസ്റ്റ് റിബ്, സെക്കൻഡ് റിബ്, തേർഡ് റിബ്, അതാണ് നമുക്ക് CTയിൽ മുഴുവൻ കാണാൻ പറ്റില്ല, കാരണം ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 3 റിബ്സാണ് ഫ്രാക്ചർ ഉള്ളത്. ആ റിബ് ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹീമോതൊറാക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊറാക്സിൽ, ലങ്സിൽ കുറച്ച് ബ്ലഡ് കെട്ടിക്കിടക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ വെന്റിലേഷനിലായതുകൊണ്ട് സ്റ്റേബിളാണ്. ഇനി അത് കൂടാതിരിക്കുക. ഇനി അങ്ങനെ കൂടുകയാണെങ്കിൽ മാത്രമല്ല നമ്മൾ ചെസ്റ്റ് ഡ്രെയിനോ ഇട്ടിട്ട് അത് എടുക്കേണ്ടി വരും. അതർവൈസ് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെയാണ്, പേഷ്യൻ്റ് സ്റ്റേബിളാണ് ഇപ്പോൾ ആസ് സച്ച്. ആൻഡ് ICUലോട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു, ഇപ്പോൾ ചെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. MLA ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അതീവ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർ പ്രതികരിച്ചത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി കാലടിയിൽ സ്കൂട്ടർ യാത്രികനെ കുത്തിവീഴ്ത്തി 21 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിയാനാകാതെ പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ്. ദൃശ്യങ്ങളിൽ വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമല്ല. കുത്തേറ്റ സ്കൂട്ടർ യാത്രികൻ അപകടനില തരണം ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാലടിക്കടുത്ത് കാഞ്ഞൂർ റോഡിൽ ചെങ്ങൽ BSNL ഓഫീസിനടുത്ത് ഇട റോഡിൽ വെച്ചാണ് ബൈക്കിൽ വന്ന 2 പേർ സ്കൂട്ടർ യാത്രികന്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കത്തികൊണ്ട് കുത്തി വീഴ്ത്തി സ്കൂട്ടറിലുണ്ടായിരുന്ന 21 ലക്ഷം രൂപ കവർന്നത്. 62 വയസ്സുള്ള കാഞ്ഞൂർ സ്വദേശി തങ്കച്ചനായിരുന്നു കുത്തേറ്റത്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് തങ്കച്ചൻ. വെജിറ്റബിൾ മൊത്തവ്യാപാര സ്ഥാപനത്തിലെ ക്യാഷ്യറായ തങ്കച്ചൻ കളക്ഷൻ തുക സ്ഥാപന ഉടമയെ ഏൽപ്പിക്കാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം. 4 പൊതികളിലായിരുന്നു സ്കൂട്ടറിൽ പണം സൂക്ഷിച്ചിരുന്നത്. 2 പൊതികളിലെ 21 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരുന്നത്. പിന്തുടർന്നെത്തി ആക്രമിച്ച് പണം കവർന്ന ശേഷം ബൈക്കിൽ കാഞ്ഞൂർ ഭാഗത്തേക്കും പിന്നീട് പുതിയടം ഭാഗത്തേക്കും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണുള്ളത്. 2 പേരും ഹെൽമറ്റ് ധരിച്ചിരുന്നു. ബൈക്കിന്റെ നമ്പർ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പണവുമായി യാത്ര ചെയ്യാറുള്ളത് ശ്രദ്ധിച്ച് ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് കവർച്ച നടത്തിയിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. ജനം, കൊച്ചി.
മകനെതിരായ കഞ്ചാവ് കേസിൽ കായംകുളം MLA യു പ്രതിഭയുടെ വാദം തള്ളി FIR. കഞ്ചാവ് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനുമാണ് MLAയുടെ മകൻ കനിവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തത്. തൻ്റെ മകനെതിരെ മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയെന്നായിരുന്നു യു പ്രതിഭയുടെ വാദം. ഇന്നലെ ഉച്ചയോടെയാണ് തകഴി പുലിമുഖം ബോട്ട് ജെട്ടിക്ക് സമീപം മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിച്ചുകൊണ്ടിരിക്കവേ MLA യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 അംഗ സംഘത്തെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടുന്നത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇവരിൽ നിന്ന് കൂടിയ അളവിൽ കഞ്ചാവ് പിടികൂടിയെന്ന് ആദ്യം പറഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥർ പിന്നീട് 3 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് തിരുത്തി. എല്ലാവരും കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നും എക്സൈസ് സംഘം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ആലപ്പുഴയിലെ മാധ്യമങ്ങൾ തന്റെ മകനെതിരെ വ്യാജവാർത്ത നൽകിയെന്നും മകനെ കഞ്ചാവുമായി പിടികൂടിയിട്ടില്ലെന്നുമായിരുന്നു പ്രതിഭയുടെ വാദം. എന്നാൽ കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണെന്ന് വ്യക്തമാക്കുന്ന FIR പുറത്തുവന്നു. കേസിലെ 9ാം പ്രതിയാണ് MLAയുടെ മകൻ. 3 ഗ്രാം കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി, പച്ച പപ്പായത്തണ്ട് എന്നിവ പിടിച്ചെടുത്തതായും FIRലുണ്ട്. മകനെതിരെ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ലൈവിൽ യു പ്രതിഭ പറഞ്ഞത്. ജനം, ആലപ്പുഴ. അടിയന്തര പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഉത്ര കൊലക്കേസ് പ്രതി സൂരജ്. അച്ഛന് ഗുരുതര അസുഖമുണ്ടെന്ന് കാണിച്ചായിരുന്നു പരോൾ നേടാൻ ശ്രമം. പൂജപ്പുര ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഉത്തരാകൊലക്കേസ് പ്രതിയായ സൂരജ് 2021 ഒക്ടോബർ മുതൽ ജീവപര്യന്തം കഠിന തടവ് അനുഭവിച്ചു വരികയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സൂരജ് പരോളിന് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു. ഇതിനിടെയാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് ജയിൽ സൂപ്രണ്ടിന് അപേക്ഷ നൽകുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ സൂരജിന്റെ അച്ഛന് ഗുരുതര രോഗമാണെന്നായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ സംശയം തോന്നിയ ജയിൽ അധികൃതർ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. തുടർന്ന് വ്യാജരേഖയാണെന്ന് വ്യക്തമായതോടെ സൂരജിനെതിരെ ജയിലധികൃതർ പൂജപ്പുര പോലീസിൽ പരാതി നൽകി. സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തുവെന്നാണ് കണ്ടെത്തൽ. സൂരജിന്റെ അമ്മയായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. അതിനാൽ തന്നെ സൂരജിനൊപ്പം അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും കണ്ടെത്തും. പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവമാണ്. ഇവരാണ് വ്യാജരേഖ നിർമ്മിതിക്ക് പിന്നിൽ നിന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. എറണാകുളം തൃക്കാക്കരയിൽ NCC ക്യാമ്പിൽ അതിക്രമിച്ച് കയറി സൈനികനെ മർദ്ദിച്ചവരെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. ക്യാമ്പിലെത്തിയ ആളുകളുടെ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ്. ആക്രമണം നടത്തിയവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും തൃക്കാക്കര SP വ്യക്തമാക്കി. തൃക്കാക്കര KMM കോളേജിൽ നടന്നുവന്ന NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ആളുകളിൽ ചിലരെ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗിനെ മർദ്ദിച്ച ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് തൃക്കാക്കര ACP അറിയിച്ചു. ക്യാമ്പിൽ പ്രശ്നമുണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളിൽ ചിലരുടെ രക്ഷിതാക്കളും സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ ക്യാമ്പിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ മാസം 23-നായിരുന്നു NCC ക്യാമ്പിൽ CPM പ്രവർത്തകർ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന പരാതിയിൽ ചില വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനെന്ന വ്യാജേന ഇവിടെയെത്തിയ CPM നേതാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പെൺകുട്ടികളുടെ മുറിയിൽ കടന്ന് പരിശോധന നടത്തിയ DYFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. സൈനികനെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പോലീസ് അലംഭാവത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെയാണ് അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന വിശദീകരണം. കിരൺകുമാർ, ജനം, കൊച്ചി. BJP പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി രാഹുൽ പോലീസ് പിടിയിൽ. ആക്രമണം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല.
രാഹുൽ ജാമ്യം പോലും എടുക്കാതെ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നേതാക്കന്മാരുമായി ഫോട്ടോയെടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതും വലിയ വിവാദമായിരുന്നു. BJP കാലടി ഏരിയ വൈസ് പ്രസിഡന്റ് സതീഷിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം പോലും എടുക്കാതെയാണ് റെഡ് വോളണ്ടിയറായി രാഹുൽ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സംഭവം വിവാദമായതോടെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന പരിപാടിയിൽ പോലീസിനെ കൂസാതെ രാഹുൽ നേതാക്കന്മാരുമായി ഫോട്ടോയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സതീഷിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രാഹുൽ ഒളിവിലെന്നായിരുന്നു പോലീസിന്റെ ന്യായീകരണം. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് റെഡ് വോളണ്ടിയറായി മാർച്ച് ചെയ്ത് രാഹുൽ സമ്മേളന വേദിയിലേക്ക് എത്തിയത്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് രാഹുൽ ഉണ്ടായിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അറസ്റ്റിലായ രാഹുലിനെ പോലീസ് റിമാൻഡിൽ വിട്ടു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി വരും ദിവസങ്ങളിൽ ഫോർട്ട് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങും. ജനം, തിരുവനന്തപുരം. മദ്യപിക്കാൻ പണം നൽകാത്തതിന് മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊല്ലം തേവാലക്കരയിലാണ് സംഭവം. 53-കാരി കൃഷ്ണകുമാരിക്കാണ് വെട്ടേറ്റത്. മകൻ അനുമോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തേവല്ലക്കര പടിഞ്ഞാറ്റക്കരയിലെ വീട്ടിൽ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. മദ്യലഹരിയിലായിരുന്ന മനു അമ്മയോട് മദ്യപിക്കാനായി പണം ആവശ്യപ്പെട്ടു. എന്നാൽ കൃഷ്ണകുമാരി പണം നൽകിയില്ല. തർക്കത്തിനിടെ മനു കത്തിയെടുത്ത് അമ്മയായ കൃഷ്ണകുമാരിയെ വെട്ടുകയായിരുന്നു. സംഭവ സമയം കൃഷ്ണകുമാരിയുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. നിലവിളി കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തിയ നാട്ടുകാരാണ് വെട്ടേറ്റ് കിടന്ന കൃഷ്ണകുമാരിയെ കണ്ടത്. രാവിലെ 10 മണിക്ക് ഈ ചേച്ചിയുടെ ബഹളം കേട്ടോണ്ട് ഞങ്ങളവിടെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വലത്തെ കയ്യിലെ നരമ്പ് മൊത്തത്തിൽ വെട്ടി മുറിച്ച്. ഇവിടെ മുഖത്തൊരു 3-4 വെട്ടുണ്ട്. അതിൽ ഒരു വെട്ട് കുറച്ച് ആഴത്തിലായിട്ട് ഉണ്ട്. ബാക്കി കയ്യിലെ വെയിൻ കട്ടായിപ്പോയി. അന്നേരം തന്നെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ക്ലബിൻ്റെ വാർഷികം നടന്നുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നായിരുന്നു പിള്ളേർ. അടുത്തൊരു ബുള്ളറ്റ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ അണ്ണം വന്ന് വിളിക്കുക. ഞങ്ങളവിടെ ഓടിച്ചെന്ന് കയ്യിൽ തുണി വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ന്യൂറോ സർജനുള്ള എവിടെയെങ്കിലും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ CA അറിയിപ്പിച്ചു. അവരുടെ ഭർത്താവ് അന്നേരം ആ വീട്ടിലില്ലായിരുന്നു. ഭർത്താവിനെ വിളിച്ചു വരുത്തിച്ച് പിന്നെ ചേച്ചിയുടെ ആങ്ങളെയും വന്നു. അവർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രാഥമിക ചികിത്സ കൊടുത്തതിന് ശേഷം അവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയി. മുഖത്തും കൈക്കും പരിക്കേറ്റ കൃഷ്ണകുമാരിയെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മനുവിനെതിരെ അച്ഛൻ മോഹനൻ പിള്ള തെക്കുഭാഗം പോലീസിൽ പരാതി നൽകി. മനു മോഹനെ തെക്കുഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തു. 33-കാരനായ മനു നിരന്തരം ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുക പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. അറസ്റ്റിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. തലസ്ഥാനത്ത് കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് കവർച്ച. 20,000 രൂപയോളം മോഷണം പോയതായി കണ്ടെത്തി. ദേവസ്വം ബോർഡിന് അധീനതയിലുള്ള ആരനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് സംഭവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആരനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കാണിക്കവഞ്ചി കുത്തിത്തുറന്നാണ് കവർച്ച. 20,000 രൂപയോളം മോഷണം പോയെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ പ്രാഥമിക നിഗമനം. അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ കാണിക്ക വെച്ച് പൊട്ടിച്ചേറി നോട്ടുകളെല്ലാം 4 ചുറ്റും കിടക്കണ കണ്ട് കമ്മിറ്റിക്കാരെയൊക്കെ അറിയിച്ച് അവരെല്ലാവരും വന്ന് എന്നിട്ട് നോക്കി ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ള ആരെങ്കിലും ആകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പം നാളെ എടുക്കേണ്ട ക്ഷേത്രത്തിന്റെ കാണിക്ക വഞ്ചി തലേ ദിവസം തന്നെ കുത്തിപ്പൊളിക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിവുള്ളവരൊക്കെ ആയിരിക്കണം ഇതിൻ്റെ പിന്നിലുള്ള. നോട്ടുകളും നാണയങ്ങളും ക്ഷേത്ര പരിസരത്ത് ചിതറിക്കിടപ്പുണ്ട്. സംഭവത്തിൽ ആരനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.
തിരുവനന്തപുരം വർക്കലയിൽ ലഹരി മാഫിയ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികൾ പിടിയിൽ. വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദലി, ജസീം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ ഇന്നലെ വൈകുന്നേരം പിടികൂടിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം വർക്കലയിൽ ലഹരി മാഫിയ ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ കേസിലെ 4 പ്രതികളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ തമിഴ്നാട് നാഗർകോവിൽ വഴി തിരുവനന്തപുരം നഗരത്തിൽ എത്തി എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വർക്കല ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിസാഹസികമായാണ് പിടികൂടിയത്. ശ്രമകരമായ രീതിയിൽ പിടിക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു, അവിടെ പോലീസ് എത്തിയിരുന്നു, അങ്ങനെ പോയിരുന്നു. ഞാൻ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 5ാം പ്രതിയായ വെട്ടൂർ സ്വദേശി ആഷിറിനെ സംഭവ ദിവസം തന്നെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാൻഡ്രോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന്, മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്നും മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളും കരൾ രോഗത്തിനുള്ള മരുന്നുകളും പോലീസ് കണ്ടെടുത്തു. ഒപ്പം അഭിനയിച്ചവർ 2 ദിവസമായി ദിലീപിനെ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടാതായതോടെ ഹോട്ടലിലെത്തി അന്വേഷിച്ചു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുമായി മുറിയുടെ ജനാലകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ ദിലീപിനെ കാണപ്പെട്ടത്. തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സീരിയൽ ചിത്രീകരണത്തിനായി എത്തിയ ദിലീപ് 4 ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. കഴിഞ്ഞ 2 ദിവസം നമ്മുടെ വർക്ക് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സൊക്കെ പുള്ളി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പിന്നെ മിക്കവാറും പുള്ളി ഇങ്ങനെ ഫോൺ എടുക്കാത്ത ഒരു പതിവുണ്ടായതുകൊണ്ട് നമ്മളത് അങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വർക്കില്ലായിരുന്നതോടുകൂടി നമ്മൾ പുള്ളിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺട്രോളർ നേരിട്ട് വന്നപ്പോഴാണ് ഇതുപോലെ റൂമിൽ നിന്ന് ഇവിടെ ഹോട്ടലിലെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ ഹോട്ടലിലുള്ള ആൾക്കാർ തന്നെ ജനൽ വഴി അങ്ങോട്ട് നോക്കി. അങ്ങനെ അപ്പം പുള്ളി അകത്ത് മുറിയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്നിട്ട് പിന്നെ അകത്ത് കയറി കാര്യങ്ങൾ പറഞ്ഞു. മരിച്ചു എന്നുള്ളത് അവരാണ് പറഞ്ഞത്. ദിവസവും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന ദിലീപിനെ 2 ദിവസമായി കാണാനില്ലായിരുന്നു എന്ന് ഹോട്ടലിലെ റെസ്റ്റോറന്റ് ജീവനക്കാരൻ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം ഫുഡ് കഴിക്കാൻ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും. ഇവിടെ ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഷൂട്ടിന് പോകും. ചിലപ്പോൾ ഷൂട്ടിൽ 3 ദിവസം 4 ദിവസം ഒരു ഷെഡ്യൂൾ കാണുള്ളൂ. ആ പ്രൊഡക്ഷനിൽ നിന്നാണ് ഫുഡ് ഏർപ്പാട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ പറയുന്നതനുസരിച്ച് അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നു വരുന്നു. അത്രേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവസാനം ഞാൻ ഓർമ്മയില്ല. 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സംഘം സ്ഥലത്തെത്തി മുറി തുറന്ന് പരിശോധിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പറഞ്ഞ പോലീസ് കരലോകത്തിനുള്ള മരുന്നും 2 മദ്യക്കുപ്പികളും മുറിയിൽ നിന്ന് കണ്ടെടുത്തതായും അറിയിച്ചു. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര റിപ്പോർട്ടുമായി കാക്കി നാളെ രാത്രി ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.